നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഓഫീസിനകത്തും പുറത്തും ഒരേപോലെ ചെയ്യാൻ ആർക്ക് പറ്റണം? നമുക്ക് പറ്റണം. നമ്മുടെ സമയത്ത് നമ്മൾ ബഹുമാനിക്കണം, അതുപോലെ മറ്റുള്ളവരുടെ സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഹെൽത്ത് അത് മെയിൻ ഫാക്ടറാണ്. നമ്മൾ പറയുന്ന കാര്യത്തിൽ ഓരോ വേർഡിനും ഓരോ വാക്കിനും നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടബിൾ ആവണം. അത് നമ്മൾ പല രീതിയിൽ നമ്മൾ അതിന് ആൾക്കാരെടുക്കുക. നമ്മൾ ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ റെഡി ആവണം. എന്തിന്? ഒരു മാറ്റം വരുത്താൻ. ഇത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. നമ്മുടെ സ്കില്ല് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം കൂടും. ഒരു ടീം പ്ലെയറാണ് നമ്മൾ. ടീം പ്ലെയർ ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാവില്ല ഒരു പക്ഷെ എല്ലാ കാര്യങ്ങളും പോവാം, കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എങ്ങനെയൊക്കെ നമ്മൾ ഗ്രൂം ചെയ്യും? ഫിസിക്കലി നമ്മളെല്ലാവരും ചെയ്യും. ഞാൻ സാധനമൊക്കെ ഇട്ട് ഇതൊക്കെ ഗ്രൂമിന്റെ ഭാഗമാണ്. ഇന്നലെ രാത്രി പോയിട്ട് ഞാൻ ഒന്ന് ഡ്രസ്സ് ചെയ്തു. വേറെ എന്തൊക്കെ നമ്മൾ ഗ്രൂം ചെയ്യാറുണ്ട്? നമ്മൾ ട്യൂൺ ചെയ്യാറുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ഗ്രൂം ചെയ്യാറുണ്ടോ? വെക്കാബുലറീസ്, പോസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നമ്മൾ ഗ്രൂം ചെയ്യാറുണ്ടോ? സത്യത്തിൽ അത് നമ്മൾ ചെയ്യണ്ടേ? സാധാരണ നമ്മൾ എന്ത് നോക്കുള്ളൂ? ഫിസിക്ക് മാത്രമേ നമ്മൾ നോക്കുള്ളൂ. ഫസ്റ്റ് അപ്രോച്ചിൽ നോക്കിയാണേ. രണ്ടാമത്തത് മൊത്തം എവിടെ ഉള്ളത്? നാവുമ്മല. അവിടെ പോയാൽ എന്ത് ചെയ്തു? എല്ലതും തീർന്നു. ഓരോ ദിവസവും നമ്മൾ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ ഏതൊക്കെ ഏരിയ ഞാൻ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ട്. എൻ്റെ സംസാരം, നമ്മൾ ചില കസ്റ്റമർ കണ്ട് സംസാരിക്കൂലേ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അറിയാതെ ഫോൺ നമ്മൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്ത് വീട്ടിൽ പോയി നമ്മൾ കേൾക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന സ്ഥലത്ത് ഇന്ന് വേർഡ് ഉപയോഗിച്ചാൽ ഒരു പക്ഷെ അതെന്തായിരുന്നു? അത് ക്ലോസ് ആവുമായിരുന്നു. അത് ആദ്യത്തെ ലേണിംഗാണ്. ആ തെറ്റ് നമ്മൾ പിന്നെ എന്ത് ചെയ്ത്? അത് വരുത്തരുത്. ആദ്യം നമുക്ക് തെറ്റ് നമുക്ക് തിരിച്ചറിയണ്ടേ? സ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ? അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇംപ്രൂവ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.